DRS മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യത്തെ T20 മത്സരത്തിന് ശേഷമുള്ള അതിന്റെ റിവ്യൂ ആണ് നമ്മളോട് പറയാൻ പോകുന്നത്. ഒരു എന്താ പറയുക, നമ്മൾ കുറെ കാത്തിരുന്നിട്ടാണല്ലേ നമുക്കിപ്പം നമുക്കറിയാം ഓസ്ട്രേലിയമായിട്ടുള്ള ടെസ്റ്റ് മത്സരത്തിൽ നമ്മൾ പരാജയപ്പെട്ടതിന് ശേഷം നമ്മളുടെ WTCയിൽ നമ്മൾ ക്വാളിഫൈ ആയിട്ടില്ല. അപ്പം അതിന്റെയൊക്കെ ഒരു വിഷമം എന്നൊക്കെ മാറാൻ വേണ്ടി നമുക്ക് ഉറപ്പായിരുന്നു ഈ ഒരു T20 ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം നൽകുന്ന ഒരു ടൂർണമെന്റ് സീരീസ് തന്നെ ആയിരിക്കും നമുക്ക് ഉറപ്പായിരുന്നു. കാരണം നമ്മുടെ T20 ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അവര് വേറെ രീതിയിലാണ്, വേറൊരു ഔട്ട്സ്റ്റാൻഡിങ് രീതിയിൽ തന്നെയാണ് അവരുടെ പെർഫോമൻസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കതൊരു വളരെ പ്രതീക്ഷയുള്ളൊരു മത്സരം തന്നെയാണ്, അല്ലെങ്കിൽ സീരീസ് തന്നെ ആയിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തോളം, അതായത് ഓസ്ട്രേലിയ മത്സരത്തിന് ശേഷം ഏകദേശം ഒരു മാസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ നമുക്ക് ഇംഗ്ലണ്ടുമായിട്ടുള്ള ഒരു 5 മത്സരങ്ങളുടെ ഒരു സീരീസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ മത്സരം നമ്മൾ 7 വിക്കറ്റിന് നല്ല അത്യുഗ്രനായിട്ടുള്ള ഒരു വിജയം നമ്മൾ നേടിയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൺസുകൾ ഒഴുകുന്ന ഒരു മത്സരങ്ങൾ തന്നെ ആയിരിക്കും ഈ 5 എണ്ണവും. അതിൽ ചെപ്പോക്കിലെ മത്സരം മാത്രമാണ് കുറച്ച് ബോളിംഗ് പിച്ചായിട്ട് നമുക്ക് കരുതപ്പെടുന്നത്. ബാക്കിയുള്ള 4 സ്റ്റേഡിയങ്ങളിലെയും പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റൺസ് ഒഴുകുന്ന പിച്ചാണ്. വലിയ കൂടുതലുള്ള ബൗണ്ടറികളും കാര്യങ്ങളൊന്നും അല്ല. അപ്പം വളരെയധികം റൺസ് ഒഴുകുമെന്ന് തന്നെ പ്രതീക്ഷയുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ രവിചന്ദ്രൻ അശ്വിന്റെ ചാനലിലും അവരൊക്കെ പറയുന്നതും അത് തന്നെയാണ്. റൺസ് വളരെയധികം ഒഴുകും. അതായത് ഇതേ ഗ്രൗണ്ടിൽ തന്നെ വെച്ചിട്ടാണ് കൊൽക്കത്ത 260 ചേസ് ചെയ്തിട്ടുള്ളതൊക്കെ നമ്മുടെ IPL. അപ്പം അത്രയും ഒരു എന്തായാലും കുറഞ്ഞ 200 റൺസൊക്കെ മുകളിലോട്ട് പോകും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും എന്താ പറയുക, നമ്മുടെ ഇന്ത്യയുടെ ബോളിംഗ് നിര ശക്തമായിട്ട് തന്നെ, അല്ലെങ്കിൽ മികച്ച രീതിയിൽ തന്നെ പന്ത് എറിഞ്ഞത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു കാഴ്ചയിലോട്ട് പോയില്ല കാര്യങ്ങൾ. അപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ പിച്ചിലാണെങ്കിൽ ഡ്യൂവിന്റെ ഒരു എഫക്ട് ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യക്കാണ് ടോസ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവ് ബാറ്റിങ്ങിന് ഇംഗ്ലണ്ടിനെ അയക്കുകയാണ്. എന്നിട്ട് ബോളിംഗ് തെരഞ്ഞെടുത്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ബോളിംഗ് ലൈനപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാനൊന്ന് ഞെട്ടി. കാരണം എന്താ വെച്ചാൽ മെയിൻ ഒരു പേസ് ബോളർ ആയിട്ട് അവിടെ ഹർഷദീപ് സിംഗ് മാത്രമേ ഉള്ളൂ. പിന്നുള്ളത് നമ്മുടെ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഹർദിക് പാണ്ഡ്യയാണ്. അപ്പം മെയിൻ പറയാനായിട്ട് ഈ 2 പേസ് ബോളേഴ്സേ ഉള്ളൂ. ബാക്കിയുള്ള 3 സ്പിൻ ബോളേഴ്സ് ഉണ്ട്. പിന്നെ അഭിഷേക് ശർമ്മ എറിയുവാണെങ്കിൽ ആ ഒരു ബോളിംഗ് ഓപ്ഷനോടുണ്ട്. നിതീഷ് കുമാർ റെഡ്ഡി എറിയുവാണെങ്കിൽ ആ ബോളിംഗ് ഓപ്ഷനോടുണ്ട്. പക്ഷെ ഇവർക്ക് 2 പേർക്കും ബോളിംഗ് കൊടുത്തിട്ടില്ല. അപ്പോൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ 5 പേരാണ്. 3 സ്പിന്നേഴ്സും അതുപോലെ തന്നെ 2 പേസ് ബോളേഴ്സും. അതിൽ മെയിനായിട്ടുള്ളത് ഹർഷദീപ് സിംഗ് മാത്രം. അപ്പം ഇംഗ്ലണ്ട് പോലെയുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പിൽ അങ്ങനെ ഒരു ബോളിംഗ് നിരയെ ഇറക്കിയപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാനത് ഞെട്ടി. അതെന്താണ്, അതിന് മണ്ടതല്ല. ഷമി ഇറക്കിയിട്ടില്ല. അപ്പൊ അതെന്താണ് അങ്ങനെ? അപ്പൊ ബാറ്റിംഗ് ഡെപ്ത് വെച്ചിട്ട് തന്നെയാണ് ആ ഒരു അത്തരത്തിലുള്ളൊരു പ്ലേയിങ് ലെവലിലോട്ട് ഗൗതം ഗംഭീറും സൂര്യകുമാറും ഒക്കെ പോയതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും ഞാൻ വളരെ ഞെട്ടലോട് തന്നെയാണ് ആ ഒരു സംഭവം, ആ ഒരു ബോളിംഗ് ലൈനപ്പ് നോക്കി കണ്ടത്. പക്ഷെ ബോളിംഗ് നിര അതുപോലെ തന്നെ ഹർഷദീപ് സിംഗ് ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഉയർന്നു വന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പം നമ്മുടെ സമീപകാലത്ത് ഹർഷദീപ് സിംഗ് വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട്. വളരെയധികം വിശ്വാസം നൽകുന്ന ഒരു ബോളറായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കിപ്പം ഇന്ത്യൻ ടീമിൽ ഏറ്റവും നല്ലൊരു ലെഫ്റ്റ് ഹാൻഡ് ബോളർ എന്ന് പറയാനായിട്ട് ഹർഷദീപ് സിംഗ് മാത്രമേ ഉള്ളൂ. കുറച്ചൊക്കെ റണ്ണ് വിട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു നേരത്തെയൊക്കെ. പക്ഷെ ഇപ്പോൾ വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം പന്തെറിയുന്നുണ്ട്. വളരെ പ്രതീക്ഷയുണ്ട്. കാരണം മെയിൻ സ്ട്രൈക്ക് ബോളേഴ്സ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു സ്ഥാനത്തോട്ട് എത്തിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെക്കുന്നുമുണ്ട്. അപ്പം വളരെ മികച്ചൊരു പ്രകടനമാണ് ഹർഷദീപ് സിംഗ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ടിന്റെ 2 ബാറ്റ്സ്മാൻമാരെ പുറത്താക്കിയത് കൊണ്ട് തന്നെ, അതായത് ഫിൽ സാൾട്ടിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ബെൻ ഡക്കറ്റിനെയും ഈ പറഞ്ഞ ഹർഷദീപ് സിംഗ് അടുത്തടുത്ത ഓവറുകളിൽ പുറത്താക്കിയത് തന്നെ മീൻസ് നമുക്കൊരു വളരെ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു മേൽക്കോയ്മ നമുക്ക് നേടിത്തരാനിടയായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഹർദിക് പാണ്ഡ്യ നമുക്കറിയാം വേറെ പേസ് ബോളേഴ്സ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹർദിക് പാണ്ഡ്യ 4 ഓവർ എറിയേണ്ടി വന്നു. ആ 4 ഓവറിൽ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 42 റൺസാണ് വിട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലും റണ്ണ് വിട്ടുകൊടുത്തിട്ടുള്ളത് ഹർദിക് പാണ്ഡ്യയാണ്. 10.50 ആണ് അദ്ദേഹത്തിന്റെ എക്കോണമി വരുന്നത്. ബാക്കി എല്ലാവരും 5 സംതിങ് ആണ് എക്കോണമി. അതിൽ ഹർഷദീപ് സിംഗ് ആണെങ്കിൽ 4.25 ഉള്ളൂ എക്കോണമി. പിന്നെ വിക്കറ്റ് 2 ഹർദിക് പാണ്ഡ്യ നേടിയിട്ടുണ്ട്. ഹർഷദീപ് സിംഗ് 2 വിക്കറ്റ് നേടിയിട്ടുണ്ട്. 4 ഓവറിൽ 17 റൺസ് മാത്രമേ
വിട്ടുകൊടുത്തിട്ടുള്ളൂ. വരുൺ ചക്രവർത്തിയും ഈ പറയുന്ന പോലെ ബിഷ്ണോയും അത്യാവശ്യം നല്ലപോലെ തന്നെ പന്തെറിഞ്ഞു, പക്ഷെ അദ്ദേഹത്തിന് വിക്കറ്റ് കിട്ടിയിട്ടില്ല. അക്ഷർ പട്ടേൽ മികച്ച രീതിയിൽ ആദ്യത്തെ ഓവർ കുറച്ച് തല്ലുണ്ടെങ്കിലും അക്ഷർ പട്ടേൽ മികച്ച രീതിയിൽ തന്നെ പിന്നീടുള്ള 3 ഓവർ എറിഞ്ഞുകൊണ്ട് 4 ഓവറിൽ 22 റൺസ്, ഒരു മീഡിയൻ ഉൾപ്പെടെയാണ് കേട്ടോ. 4 ഓവറിൽ 22-ന് 2 വിക്കറ്റാണ് അക്ഷർ പട്ടേൽ നേടിയത്. അപ്പോൾ ബോളേഴ്സ് ഉള്ളവര് നല്ല മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞു എന്നുള്ളതാണ്. അതും ഇത്തരത്തിലുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പിനെതിരെ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് ഇതിലോട്ട് വരുമ്പോഴത്തേനും അതിനകത്ത് ബട്ട്ലർ അല്ലാണ്ട് വേറെ ആരും തന്നെ ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല. കാരണം നമുക്കറിയാം ബാക്കിയുള്ളവരൊക്കെയും ഈ പറഞ്ഞ ഇന്ത്യൻ കണ്ടീഷനുമായിട്ട് വലിയ പൊരുത്തം ഉള്ളവരല്ല, അല്ലെങ്കിൽ പൊരുത്തപ്പെടാത്തവരാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ സാൾട്ട് ആണെങ്കിലും കഴിഞ്ഞ 2-3 സീസണിലായിട്ടാണ്, കഴിഞ്ഞ സീസണിലൊക്കെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ കണ്ടീഷനിൽ കളിച്ചു തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിനും വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല പറയത്തക്ക തന്നെ ആയിട്ട്. പിന്നെ ബെൻ ഡക്കറ്റ് ആണെങ്കിലും ഈ പറയുന്ന ഹാരി ബ്രൂക്ക് ആണെങ്കിലും ജേക്കബ് ബദേൽ, അവരൊക്കെ എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ തന്നെ തുടക്ക മത്സരങ്ങളാണ് അവിടെ വരുന്നത്. ഓവർട്ടൺ ആണെങ്കിലും ബാക്കിയുള്ളവരൊക്കെയും നമുക്കറിയാം. അപ്പം അതിനകത്ത് ബട്ട്ലറിന് മാത്രമാണ് ഇന്ത്യൻ കണ്ടീഷനിൽ കളിച്ചിട്ടുള്ള ഒരു പരിചയമുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെയും അദ്ദേഹത്തിന് അറിയാം ഏറ്റവും കൂടുതൽ കളിക്കാൻ സാധ്യതയുള്ള ഞാൻ തന്നെയാണ്. അപ്പം എന്നിൽ നിന്നും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ടീമിന് അത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു. 44 ബോളിൽ 68 റൺസ് ആണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അതിന്റെ ഒരു പിൻബലത്തിൽ തന്നെയാണ് 133 എന്നുള്ളൊരു 132 എന്നുള്ളൊരു താരതമ്യേന ഭേദപ്പെട്ട വലിയൊരു തകർച്ചയിലോട്ട് പോകാതെ ഭേദപ്പെട്ട ഒരു സ്കോറിലോട്ട് എത്താൻ ക്യാപ്റ്റൻ ബട്ട്ലറിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, ഇന്ത്യൻ കണ്ടീഷനിൽ കളിച്ചിട്ടുള്ള IPL നമുക്കറിയാമല്ലോ. അപ്പം അത്രയും മത്സരങ്ങൾ ഈ പറഞ്ഞ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് അദ്ദേഹത്തിന് നേടാൻ പറ്റി എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയൊരു പ്രകടനത്തിലോട്ട് എത്താൻ കഴിയുമായിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ആ ഒരു എക്സ്പീരിയൻസിന്റെ പിൻബലത്തിൽ 68 റൺസിന്റെ ഇതിൽ നിന്ന് അദ്ദേഹം തന്നെയാണ് ടോപ്പ് സ്കോർ. ബാക്കി എല്ലാവരും പിന്നെ ഉള്ളത് ടോപ്പ് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 റൺസ് എടുത്ത ഹാരി ബ്രൂക്ക് ആണ്. ഹാരി ബ്രൂക്ക് പഠിച്ച പണി 18 നോക്കിയിട്ടും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ബാക്കിയുള്ളവരൊന്നും വലിയൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല. തിരിച്ച് മറുപടി നമ്മുടെ ഇന്ത്യയുടെ ബാറ്റിങ്ങിലോട്ട് വരുമ്പം സഞ്ജു സാംസൺ വീണ്ടും ഒരു അത്യുഗ്രനായിട്ടുള്ള ഒരു തുടക്കമാണ് നൽകിയിട്ടുള്ളത്. അപ്പം ആ 2ാമത്തെ ഓവറിൽ 22 റൺസ് ആണ് ഈ പറയുന്ന പോലെ അദ്ദേഹം അടിച്ചു കൂട്ടിയത്. അപ്പം ആ ഒരു സ്റ്റാർട്ട് ഭയങ്കരം തന്നെയായിരുന്നു. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഞ്ജു സാംസണ് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, നമ്മൾ വളരെ പ്രതീക്ഷയോടെ തന്നെ നമ്മൾ കാണുന്നതാണ് സഞ്ജു സാംസണെ. അപ്പം ആ ഒരു പ്രതീക്ഷ നമുക്ക് ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഏകദേശം ഒരു 50-60% അതിൽ നീതി പുലർത്തിയിട്ടുണ്ട് ഈ മത്സരത്തിൽ. നല്ലൊരു തുടക്കമാണ്. കാരണം 133 എന്നുള്ളൊരു ടാർഗറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു ഇന്നിങ്സ് കളിച്ചില്ലെങ്കിലും നല്ലൊരു തുടക്കം, ഒരു ഫിയർലെസ് ആയിട്ടുള്ള ഒരു തുടക്കം തുടങ്ങിയാൽ അത് ടീമിന് വളരെയധികം ഒരു പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത്. അപ്പൊ അതെന്തായാലും സഞ്ജു സാംസന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഹാപ്പിയാണ് അല്ലെ, മലയാളികൾ എല്ലാവരും ഹാപ്പിയാണ്. സഞ്ജു സാംസൺ ഫാൻസ് എല്ലാവരും ഹാപ്പി ആയിരിക്കും തീർച്ചയായിട്ടും. അഭിഷേക് ശർമ്മ തീർച്ചയായിട്ടും സഞ്ജു സാംസന്റെ ആ ഒരു അഭാവത്തിൽ ഒന്നുകിൽ സഞ്ജു സാംസൺ അല്ലെങ്കിൽ അഭിഷേക് ശർമ്മ കളിക്കുമെന്നുള്ളൊരു അത്രയും ഒരു എന്താ പറയുക ഉറപ്പ് നൽകുന്ന ഒരു ഓപ്പണിംഗ് പെയറായിട്ട് അവർ രണ്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അഭിഷേക് ശർമ്മയുടെ മികച്ച ഒരു പ്രകടനം, 79 റൺസ്. അദ്ദേഹം മാത്രം നിന്ന് കളിച്ചപ്പോഴത്തേനും കളി ജയിച്ചു പോന്നു. അപ്പം പ്രത്യേകിച്ച് ബാക്കി ആർക്കും ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പൊ മികച്ച രീതിയിലുള്ള ഒരു ബാറ്റിംഗ്, 8 സിക്സും 5 ഫോറുകളുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. വളരെ മികച്ച പ്രകടനം, ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട്. എനിക്ക് തോന്നുന്നു ആർച്ചടക്കം മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞു. ബാക്കിയുള്ളവരൊക്കെയും അത്യാവശ്യം തല്ലുകൊണ്ടിട്ടുണ്ട്. ഈ പറയുന്ന മാർക്ക് വുഡും ഈ പറയുന്ന അത്യാവശ്യം തരക്കേടില്ലാണ്ട് പന്തെറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രശ്നം നേടിയത് ഈ പറയുന്ന അറ്റ്കിൻസൺ എന്ന് പറഞ്ഞിട്ടുള്ള ബോളറാണ്. 2 ഓവറിൽ 38 റൺസ് ആണ്. സഞ്ജു സാംസണും അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയും രണ്ടുപേരും എടുത്തിട്ട് കാച്ച് ചെയ്ത് ഈ അറ്റ്കിൻസണെയാണ്. അപ്പം അദ്ദേഹം മാത്രമാണ് കുറച്ചുകൂടെ എന്താ പറയുന്നത് ധാരാളമായിട്ട് അല്ലെങ്കിൽ ധാരാളത്വം റൺസ് വഴങ്ങുന്നതിൽ കാണിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെ താരതമ്യേന കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ആർച്ചറാണ്. 2 വിക്കറ്റ് നേടി 4 ഓവറിൽ 21 റൺസ്, അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ സ്പിന്നേഴ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പന്തെറിഞ്ഞു. അപ്പം എൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നു ഈ ഒരു ബോളിംഗ് ലൈനിൽ വെച്ച് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. പക്ഷെ എന്താ പറയുന്ന ആ ഒരു പ്രതീക്ഷ അവര് അല്ലെങ്കിൽ ആ ടീമിന്റെ കോച്ചിനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്യാപ്റ്റന്റെ ഒക്കെ ഉള്ള ഒരു വിശ്വാസം ഈ ബോളേഴ്സ് കാഴ്ചവെച്ചു, ഇന്ത്യയുടെ ബോളേഴ്സ് കാഴ്ചവെച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് എന്തായാലും 7 വിക്കറ്റിന്റെ ഒരു അധിക വിജയം തന്നെ നമ്മൾ നേടി. പറയാനായിട്ട് എന്താ പറയുന്നത്, വളരെ സന്തോഷമുണ്ട്. അപ്പം 5 മത്സരത്തിൽ ആദ്യത്തെ നമ്മൾ നേടിയിട്ടുണ്ട്. ആദ്യത്തെ മത്സരം തന്നെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപടി മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും ഇംഗ്ലണ്ടാണ്, നമുക്ക് അവരെ തള്ളിക്കളയാൻ കഴിയില്ല. അടുത്ത മത്സരത്തിൽ അവർ ശക്തമായിട്ട് തന്നെ തിരിച്ചു വരാനുള്ള ശ്രമം എല്ലാം നടത്തും. അപ്പം ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് ഈ പറഞ്ഞ സാൾട്ടും അതുപോലെ തന്നെ ലിവിങ്സ്റ്റണെയും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ പുറത്താക്കിയതാണ് ഒരു വഴിത്തിരിവായെന്ന് പറയാം. അവർ രണ്ടുപേരെയും ഡക്കിനെ പുറത്താക്കിയത് നമുക്ക് ഈ പറയുന്ന കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാക്കിയെന്ന് പറയാം. അപ്പം അടുത്ത മത്സരങ്ങളിൽ അത് തന്നെ സംഭവിക്കണമെന്നില്ല. അപ്പം അടുത്ത മത്സരത്തിൽ
മത്സരത്തിൽ തീർച്ചയായിട്ടും നല്ലൊരു റൺ ഒഴുകുന്ന മത്സരം നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും ആ മത്സരത്തിന് ശേഷം മറ്റൊരു മികച്ച റിവ്യൂ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും.